പക്ഷെ ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. എന്താടോ? കല്യാണി മോള് അവിടെ സേഫ് ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. കുഞ്ഞിനെ എനിക്ക് വിട്ടു തന്നാ പിന്നെ അവളുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. സാറേ, അത് ന്യായമാണോ? സാറേ, ഈ ഇരിക്കുന്ന വീണ ഒരു സെലിബ്രിറ്റി ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാ. ചില ഓൺലൈൻ മീഡിയാസിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ താൻ അവിവാഹിതയാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സർ, അത് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാ. അതൊക്കെ ഇവരെന്തിനാ അന്വേഷിക്കുന്നേ? സാറേ, അതൊക്കെ അന്വേഷിച്ചേ പറ്റൂ. കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുകൊടുക്കണമെങ്കിൽ വീണ കുഞ്ഞിനെ ചേർത്ത് നിർത്തി ഒരു പത്രസമ്മേളനം നടത്തണം. ഇത് തന്റെ കുഞ്ഞാണെന്നുള്ളത് ലോകത്തിനോട് വിളിച്ച് പറയണം. അതൊന്നും ശരിയാവില്ല സർ. ഞാൻ പത്രസമ്മേളനം നടത്തണോ വേണ്ടെന്നൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. ഇവര് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതെ സാറേ. താനേതായാലും മകളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം? എനിക്ക് ബുദ്ധിമുട്ടാണ് സർ. കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ വിവാഹിതയാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും പറയാൻ ബുദ്ധിമുട്ടാണ് സർ. ഞാൻ സിനിമയില് നായികാവേഷങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാ. എന്റെ പ്രൊഫഷനെ ബാധിക്കുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാ നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ കുഞ്ഞിനെ സ്വകാര്യമായിട്ട് വളർത്തണം അല്ലേ? ഈ ലോകത്ത് വേറെ ആരും അറിയാതെ കുഞ്ഞിനോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥത കളക്കാൻ ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. സർ, മേലിൽ ഇത്തരം കെട്ടിച്ചമച്ച പരാതികളും കൂടി സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ കണ്ടുപോരുത്. സർ, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം. അതിനുവേണ്ടി രക്തബന്ധങ്ങൾ പോലും മറച്ചു വെക്കണം. നിന്റെ കുഞ്ഞിനെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. തൽക്കാലം അത് കണ്ട് ആസ്വദിച്ചാ പോരെ. ഇനി അതല്ല, വേറെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ കോടതിയിൽ. ശരി. എടാ, സത്യം പറഞ്ഞാലേ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നത് ഉള്ളുരുകിയ. ഒരു കണക്കിന് പറഞ്ഞാലേ ജീവിതത്തിനും മരണത്തിനിടയ്ക്കുള്ളൊരു നിപ്പ്. അല്ലടാ, അതെങ്ങനെയാ ആ ബുദ്ധിയെ, അല്ല അവിടെ പ്രയോഗിച്ച ബുദ്ധിയെ അതെങ്ങനെയാടാ നിനക്ക് കിട്ടിയേ? നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവളിപ്പോ നമ്മുടെ മുന്നിൽ ജയിച്ചങ്ങ് പോയേനെ. ശരിയല്ലേ? അത് എന്റെ ബുദ്ധിയല്ല. തോന്നിയായിരുന്നു. പോരുന്നതിന് മുമ്പ് നിത്യ പറഞ്ഞത്. പാവം, ഒരുപാട് ആലോചിച്ച് എങ്ങനെയോ ഒരു ഉത്തരം കിട്ടിയത്. ഇത് തന്നെ അറച്ചറച്ച എന്നോട് പറഞ്ഞത്. പിന്നെ യുദ്ധക്കളത്തിൽ ചെന്ന് നിന്നപ്പോ വേറൊരു ആയുധവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങെടുത്ത് പയറ്റി. നിത്യമോളെ സമ്മതിക്കണം. അല്ല, അതേതായാലും കുറിക്കുകൊണ്ടു. അതോടെ അവിടെ അവകാശവാദങ്ങളൊക്കെ തീർന്നല്ലോ. നാണം കെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നല്ലോ. ഇനി ഇങ്ങനൊരാവശ്യമായിട്ട് അവള് മുന്നോട്ട് വരില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവം വീണയ്ക്കില്ലല്ലോ. ചില അഗ്നിപർവ്വതങ്ങൾ പോലെ കാണുമ്പോ ശാന്തമായിരിക്കും, പക്ഷേ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ഇനി വേറെന്നെങ്കിൽ വരട്ടെ. എന്തായാലും ഇപ്പൊ ഒരു ഊർജമൊക്കെ ഉണ്ടല്ലോ.
നമ്മൾ ഏതായാലും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാ അതിന്റെ ഇടയിൽ നിന്ന് മോളെ ചോർത്തിക്കൊണ്ടു പോകാനൊന്നും ആൾക്ക് പറ്റിയേല. ആ കല്യാണം നിന്റെ മകളല്ലേടാ. ഇന്നെന്താ നിത്യമ്മയുടെ കൂടെ ഉറങ്ങണം തോന്നിയത്? ഒന്നുമില്ല. ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു നിത്യാമ്മയുടെ കൂടെ കിടന്നോട്ടേന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു കിടന്നോളാൻ. വീണാമ്മ ചീത്തയാ. നിത്യാമ്മ പറഞ്ഞിട്ടാ ഞാൻ വീണാമ്മയുടെ അടുത്ത് പോയതും സംസാരിച്ചതൊക്കെ. പക്ഷെ വീണാമ്മ അച്ഛന്റെ പേരിൽ കേസ് കൊടുത്തില്ലേ? പക്ഷേ അതുകൊണ്ട് അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ. വീണാമ്മയ്ക്ക് എന്നോട് ശരിക്കുള്ള ഇഷ്ടമൊന്നുമില്ല. അല്ലെങ്കില് ഞാൻ മോളാന്ന് എല്ലാരോടും പറയണമെന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ലാന്ന് എന്തിനാ പറഞ്ഞത്? അതെ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടന്നാ ഉറങ്ങാനൊന്നും പറ്റില്ല. ഇതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പൊ കിടന്നുറങ്ങി. നിത്യാമ്മ ഇനി എന്നാ അങ്ങോട്ട് വരുന്നേ? ഇപ്പൊ നിത്യാമ്മയ്ക്ക് അവിടെ നിന്നോടെ? ബഹളം ഉണ്ടാക്കാൻ അവിടെ വീണാമ്മ ഇല്ലല്ലോ. എന്നാ നിത്യാമ്മ വരുന്നേ? മോൾ ഉറങ്ങ. പറ, എന്നാ നിത്യാമ്മ എന്റെ ശരിക്കും അമ്മയാവണേ? ഞാൻ ഇപ്പോഴും മോളുടെ അമ്മ തന്നെയല്ലേ, പിന്നെന്താ? ആണോ? എനിക്ക് നിത്യാമ്മയുടെ അച്ഛന്റെയും കൈ പിടിച്ച് ഒരുപാട് സ്ഥലത്തേക്ക് പോണം. എന്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കണം. അവരുടെ വീട്ടിലും പോണം.